എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് 12ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ തച്ചൂട്ടുകാവ് കരിപ്പൂർ ഭാഗത്താണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. കുറച്ച് ദിവസത്തെ ഒരു ഡിലേ ഉണ്ടായി വീഡിയോ എടുക്കാൻ. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായി. വീഡിയോ എടുക്കുന്ന ചേട്ടനുള്ള ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിന്ന് വളരെ മനോഹരമായി പണി ചെയ്ത ഒരു വീട്ടിലോട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. 2000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണ്. അവർ 80 ലക്ഷമാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ അത് നെഗോഷ്യബിളാണ്. നിങ്ങൾക്ക് വന്ന് കണ്ടാൽ ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. ഓരോരോ അതായത് തടിയായാലും നമുക്ക് അകത്തുള്ള ഈ വർക്കുകൾ ഓരോന്ന് ആ പെയിൻറ്റിങ് വർക്കുകൾ എല്ലാം വളരെ മനോഹരമാണ്. നമുക്ക് അകത്തോട്ട് കയറുന്നു നോക്കാം. നമ്മൾ അകത്തോട്ട് കയറി വരുമ്പോൾ നമുക്ക് വളരെ വിശാലമായൊരു ഹാളാണ്. ഈ ഹാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മറ്റ് ചെറിയ ഒരു കിഴക്ക് ദർശനം വീട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ കിഴക്ക് ദർശനമാണ്. വാസ്തുപ്രകാരമാണ് ഈ വീട് വച്ചിരിക്കുന്നത്. അത് പോയിട്ട് 4 സെൻറ്റിനകത്തുള്ള ഈ വീടാണ്. 2 കാർ പാർക്ക് ചെയ്യേണ്ട സൗകര്യം ഈ വീട്ടിലുണ്ട്. നമ്മുടെ ഈ ടി വി സ്റ്റാൻഡ് ഈ പ്ലൈവുഡ് സാധാരണ രീതിയിൽ വരുന്നത് പ്ലൈവുഡിലെ ടി വി സ്റ്റാൻഡുകളാണ്. ഇത് അങ്ങനെയല്ല, മറിച്ച് ഇത് തേക്ക് തടിയിൽ തന്നെ അവർ നിർമ്മിച്ചതാണ്. നമുക്ക് ഈ വീട് വന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ അതായത് പുറമേ കാണുന്നതിനെക്കാട്ടി അകം വളരെ ഭംഗിയുള്ളൊരു വീടാണ്. ഇത് വാഷ് ഏരിയയാണ്. ഇവിടെ എന്ന് പറയുന്നത് ജാഗൂറിൻ്റെ ഫിറ്റിങ്സ് ആണ്. എല്ലാം 10 വർഷം ഗ്യാരണ്ടിയുള്ള സാധനങ്ങളാണ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ബാത്റൂമിൻ്റെ ഫിറ്റിംഗ് ആയാലും സെറയുടെ കമ്പനിയാണ്. എല്ലാം 10 വർഷം ഗ്യാരണ്ടിയാണ്. നമുക്കത് ഒരു വീട് വാങ്ങിക്കുമ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഓരോരുത്തരും ഒരു വീട് വാങ്ങിക്കുന്നത്. അപ്പം നമുക്ക് ധൈര്യപൂർവ്വം നമുക്ക് ഈ വീട് വാങ്ങിക്കാം. താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഇതിൽ താഴത്തെ നിലയിൽ 1 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമും, മൊത്തം ഇത് 4 ബെഡ്റൂമുള്ള ഒരു വീടാണ്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറയുന്ന പോലെ നമുക്ക് ഫിറ്റിങ്സ് ആയാലും എല്ലാം കമ്പനി 10 വർഷം ഗ്യാരണ്ടി ഉള്ളതാണ്. നമുക്കതെല്ലാം പോകാം. നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലോട്ടാണ് കാണാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഫിറ്റിങ്സുകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സെറയുടെ കമ്പനിയാണ്. 10 വർഷം ഗ്യാരണ്ടി ഉള്ളതാണ്. ഈ വീടിൽ 4 ബെഡ്റൂമാണുള്ളത്. താഴത്തെ നിലയിൽ 1 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമും, അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് റൂമുകൾ കാണാം.
നമ്മുടെ ഒരു വീട്ടിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അടുക്കള ഭാഗമാണ്. ഈ അടുക്കള ഭാഗത്ത് നമ്മൾ മുകൾ ഭാഗമൊക്കെ കാണുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇതെല്ലാം ഈ തടികൾ മൊത്തത്തിൽ വരുന്നത് തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കബോർഡ് വർക്ക് പോലും ഈ തേക്കൻ തടിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് പോയിട്ട് ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫിറ്റിങ്സുകളെല്ലാം വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജാബൂറിൻ്റെ 10 വർഷം ഗ്യാരണ്ടി ഉള്ളതാണ് സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ടൈലുകളായാലും എല്ലാം വളരെ മനോഹരമായിട്ടാണ് പണി ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യത്തിന് അടുക്കളയിൽ തന്നെ സ്പേസ് ഉണ്ട്. എന്നാലും നമ്മളൊരു വീടാകുമ്പോൾ ഒരു വർക്ക് ഏരിയ വേണമല്ലോ. അപ്പോൾ വർക്ക് ഏരിയ നമുക്ക് നോക്കാം. ഇവിടെയും നമുക്ക് വിറവ് വെച്ച് കത്തിക്കാനുള്ള ഒരു സംവിധാനം എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു പൈപ്പ് 2 പൈപ്പിൻ്റെ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതിൽ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങുന്ന ഒരു ഡോറുണ്ട്. ഇത് മുകളിലോട്ട് പോകുന്ന പടിയാണ്. ഈ പടിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഇട്ടിരിക്കുന്നത് ഈ തടി പോലും ഈ തേക്കിലാണ് തടി ഈ നമ്മുടെ പടിയെല്ലാം മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. അത് പോയിട്ട് നമ്മൾ ഈ ഒയർ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാ ഫിനോലെക്സിൻ്റെ കമ്പനി ഒയറാണ് ഇട്ടിരിക്കുന്നത്. എല്ലാം ഗ്യാരണ്ടിയുള്ള 10 വർഷം ഗ്യാരണ്ടിയുള്ള ഒയറാണ്. അപ്പോൾ ഈ നമുക്ക് പണിയുടെ കാര്യത്തിൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. കാര്യം എല്ലാ പണിയാണ് അവർ എല്ലാ ഗ്യാരണ്ടിയുള്ള സാധനങ്ങളാണ് ഇതിൽ ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. നമ്മൾ ഈ പറയുന്നതിനെക്കാട്ടിയും വന്ന് ആൾക്കാർ കാണുമ്പോഴത്തേക്ക് നമുക്ക് തൃപ്തിയായിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ വന്ന് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് വില നെഗോഷ്യബിളാണ്. 80 ലക്ഷം ചോദിക്കുന്നെങ്കിലും നമുക്ക് ഓണറുമായിട്ട് സംസാരിച്ച് നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാം. മുകൾ ഭാഗത്തെത്തി നമ്മൾ. മുകൾ ഭാഗത്തും ഇതേപോലെ തന്നെ നമുക്ക് മുകളിലൊരു TV വയ്ക്കേണ്ട ഒരു സ്പേസ് ഉണ്ട്. 3 ബെഡ്റൂമാണ് മുകളിലുള്ളത്. 3 അറ്റാച്ച്ഡ് ആണ്. ബാക്കി നമുക്ക് ഫ്രണ്ടിലോട്ട് കൂടെ ഇരുന്ന് ചായ കുടിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം, ചെറിയൊരു സ്പേസ് നമുക്കിവിടെ ഉണ്ട്. അതും നമുക്കിവിടെ കാണാം.